പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. ഇന്ന് മെയ് മാസം 18-ാം തീയതി നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് ദൈവമാതാവ് ഈശോ മിശിഹായിൽ നിന്ന് പ്രാപിച്ച സന്തോഷത്തെ പറ്റിയാണ്. ഈ മെയ് മാസം മുഴുവനും ദൈവമാതാവിൻ്റെ ജീവിതത്തിൽ തിളങ്ങി വിളങ്ങിയിട്ടുള്ള ഓരോരോ ദൈവിക പുണ്യങ്ങളെയും രക്ഷാകര സംഭവങ്ങളെയും പറ്റിയാണ് നമ്മൾ കൂടുതലായി ധ്യാനിക്കുന്നത്. അതുവഴി ദൈവമാതാവിൻ്റെ ജീവിതത്തിൽ തിളങ്ങി വിളങ്ങിയ പുണ്യങ്ങൾ ഓരോന്നും വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആർജിച്ചെടുക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് നമ്മൾ നടത്തുന്നത്. ഇന്നത്തെ വണക്ക വായനയിൽ ഒന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ദൈവമാതാവ് ഈശോ മിശിഹായിൽ നിന്ന് പ്രാപിച്ച സന്തോഷത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ ഒന്നാമതായിട്ട് ഈശോ മിശിഹായെ കാണുന്ന മാത്രയിൽ ദൈവമാതാവ് അനുഭവിച്ച സന്തോഷത്തെ പറ്റിയാണ് ധ്യാനിക്കുന്നത്. ഈശോയെ ഗർഭത്തിൽ വഹിക്കുന്നത് മുതൽ ദൈവമാതാവ് ആ സന്തോഷം അനുഭവിച്ചിരുന്നു എന്ന് മരിയൻ സ്തോത്രഗീതത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 47-ാം തിരുവചനം, എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഇപ്പോൾ ദൈവമാതാവിന് ഈശോയെ ഗർഭത്തിൽ ഉരുവാകുന്ന ആ സമയം മുതൽ അത്യധികമായ സന്തോഷമുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് ഈശോ മിശിഹായെ കാണുന്ന മാത്രയിൽ തന്നെ ദൈവമാതാവിന് ഉണ്ടായിരുന്ന ആ വലിയ സന്തോഷത്തെ പറ്റിയാണ്. നമുക്കും ദൈവമാതാവിന് ഉണ്ടായിരുന്ന അതേ സന്തോഷവും അനുഭവിക്കാൻ പറ്റുമെന്ന് തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കുമ്പോൾ ദൈവത്തെ നമുക്ക് കൂടെ നിർത്താൻ പറ്റും. ദൈവത്തെ പഴയ നിയമത്തിൽ മുഖാമുഖം സംസാരിച്ച മോശയെ പോലെ തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലെല്ലാം കൈപിടിച്ച് കൂടെ നിർത്താൻ പറ്റുമെന്ന് തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിന് നമ്മൾ വ്യക്തിപരമായി എന്ത് നടപടിയാണ് കൈക്കൊള്ളേണ്ടത്? ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് മരിയൻ ഉടമ്പടിയിൽ നമ്മൾ ഒന്നാമതായിട്ട് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നിങ്ങൾ പാപങ്ങൾ വെറുത്തുപേക്ഷിക്കണം. അത് കുംഭസാരത്തിൽ ആവർത്തിച്ച് പറയുന്ന പാപങ്ങളാണ് നിങ്ങൾ വെറുത്തുപേക്ഷിക്കാൻ തീരുമാനമെടുക്കേണ്ടത്. ഇന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുന്ന അനേകായിരം മക്കളാണ് സാക്ഷ്യത്തിൽ ഇപ്രകാരം പറയുന്നത്, നാളിതുവരെ ഞങ്ങളുടെ മൊബൈലെല്ലാം ഞങ്ങൾ അനാവശ്യമായ സീരിയൽ കാണാനും ഗെയിം കളിക്കാനും ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതുവഴി ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് ഞങ്ങൾ ഈ മാധ്യമങ്ങളെല്ലാം ഉപയോഗിക്കുന്നത്. അതുവഴി അവർക്ക് വലിയ ആത്മീയ സന്തോഷവും ഒപ്പം തന്നെ വൻ കൃപകളുമാണ് ലഭിച്ചിട്ടുള്ളത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഈശോ മനുഷ്യരൂപം സ്വീകരിച്ചതിനെ പറ്റി പറയുന്ന ഇപ്രകാരമാണ്, ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ചുകൊണ്ടാണ് ആകൃതിയിൽ അവൻ മനുഷ്യനെ പോലെ കാണപ്പെടുന്നത്. ഈ ഒരു പരമമായ സത്യം ദൈവമാതാവിന് ഈശോയുടെ ജനനത്തിന് മുമ്പേ അറിയാമായിരുന്നു. അതായത് തൻ്റെ കയ്യിലിരിക്കുന്ന, താൻ വളർത്തുന്ന തൻ്റെ ഉദരത്തിലുള്ള ഈ ശിശു ലോക രക്ഷിതാവാണെന്ന്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയെല്ലാം കടന്നു പോകുമ്പോഴും രക്ഷകനായ ഈശോയുടെ സാന്നിധ്യം ദൈവമാതാവിന് ഒത്തിരിയേറെ സന്തോഷം നൽകുന്നതായിരുന്നു. അപ്പോൾ ഈ മരിയൻ സ്തോത്രഗീതത്തിൽ എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും വീണ്ടും നമുക്കറിയാം സമർപ്പണത്തിൻ്റെ ആ ഒരു സമയത്തേക്ക് വരുമ്പോൾ ശിമിയോൻ ദീർഘദർശി പറയുന്നതും ഇത് തന്നെയാണ്. അതായത് നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ പ്രവേശിക്കും. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവമാതാവ് എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലൊക്കെ മാറിപ്പോകാത്ത ചില സഹന സാഹചര്യങ്ങൾ ദൈവം ചിലർക്കൊക്കെ അനുവദിച്ചു തരും.
ഒരു ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഓട്ടിസമുള്ള കുഞ്ഞ്, ഒരിക്കലും സുഖപ്പെടാത്ത അല്ലെങ്കിൽ വയ്യാതെയുള്ളൊരു കുഞ്ഞ് വീട്ടിൽ ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാവും. അത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കേണ്ട വലിയൊരു വിഷയമാണത്. അത് ഈശോയുടെ നാമത്തിലെടുക്കുമ്പോൾ സ്വർഗത്തിൽ വലിയ കൃപകളാണ് ഈ ഒരു കുടുംബത്തിനായി ദൈവപിതാവ് ഒരുക്കി വച്ചിരിക്കുന്നത്. ഇത് അറിയുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും ആ ഒരു പ്രൊജക്റ്റ്, ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഭാഷയിൽ പറഞ്ഞ ദൈവികമായിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. അത് ദൈവത്തിൻ്റെ നാമത്തിൽ ഏറ്റെടുത്ത് പൂർത്തീകരിക്കും. അതിൻ്റെ വൻ കൃപകളുമായി ഈ ലോകത്ത് നിന്ന് അവർ കടന്നു പോകും. വിശുദ്ധ യോഹന്നാൻ്റെ ലേഖനത്തിൽ വ്യക്തമായിട്ട് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു വയ്ക്കുന്ന ഇപ്രകാരമാണ്: ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും, പക്ഷേ ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കും. അപ്പോൾ നമ്മൾ നിലനിൽക്കുന്ന ഒരു ഫലം പുറപ്പെടുവിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോരോ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളുടെയും ആ ദൈവഹിതം ആരാഞ്ഞിട്ട് വേണം തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് തന്നെയാണ് ദൈവമാതാവിനറിയാം, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുമ്പോൾ തൻ്റെ ഉദരത്തിലുള്ള ശിശു ലോക രക്ഷകനാണ്, അവൻ ബലിയാകേണ്ടവനാണ്. അതായത് മനുഷ്യ കുലത്തിന് മുഴുവനും പാപ പരിഹാര ബലിയാകേണ്ടവനാണ് എന്നറിഞ്ഞുകൊണ്ടാണ് ദൈവമാതാവ് എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു എന്ന് സ്തോത്രഗീതത്തിൽ പറയുന്നത്. നമ്മളും ഇതേപോലെ സഹനങ്ങൾ ഏറുമ്പോൾ സ്വർഗീയ മഹത്വം കണ്ടുകൊണ്ടായിരിക്കണം സന്തോഷിക്കേണ്ടത് എന്നാണ് ദൈവമാതാവ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ അതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണം ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫനാണ്. ഇതുപോലെ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ കല്ലെറിഞ്ഞ് തല പൊട്ടിച്ചിതറുമ്പോഴും സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് ദൈവമഹത്വം ദർശിച്ച രക്തസാക്ഷികളുടെ ആദ്യത്തെ ആളാണ് വിശുദ്ധ സ്റ്റീഫൻ. നമുക്കറിയാം, പിന്നീട് അങ്ങോട്ട് രക്തസാക്ഷികളുടെ നീണ്ട നിരയാണ് തിരുസഭയിലുള്ളത്. ഒത്തിരിയേറെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തവരുമായ വിശുദ്ധരുണ്ട്. ഇവരെയൊക്കെ എങ്ങനെയാണ് ഈ സന്തോഷം കണ്ടെത്തിയത്? അവർക്കറിയാം, ഈ ലോകത്തെ ജീവിതം ഏറിയാൽ 70-80 നാളുകൾ മാത്രം ജീവിതമുള്ള ആ ഒരു ജീവിതമാണ്. പിന്നെ നമ്മൾ നിത്യകോടി വർഷമാണ് ദൈവപിതാവിൻ്റെ ഒപ്പം സ്വർഗത്തിൽ വസിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന ദൈവിക പദ്ധതികളെല്ലാം, പ്രൊജക്ട്സ് എല്ലാം കൃപയാക്കി മാറ്റാനുള്ള വലിയൊരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ വണക്ക വായനയിൽ പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ദൈവമാതാവ് ഈശോ മിശിഹായുടെ സംസാരത്തിൽ, അതായത് ഈശോ മിശിഹായോട് സംസാരിക്കുമ്പോഴൊക്കെ ദൈവമാതാവ് ഈ സന്തോഷം അനുഭവിച്ചിരുന്നു എന്നാണ്. എന്തായിരിക്കണം ഈശോ ദൈവമാതാവിനോട് സംസാരിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും വേദം തന്നെയാണ്. ഒന്നാമതായി സുവിശേഷം തന്നെയാണ്. രണ്ടാമതായി തിരുസഭയുടെ ക്രമീകരണം, നിലനിൽപ്പ്, സഭയിൽ വരാൻ പോകുന്ന വേദസാക്ഷികളുടെ പുണ്യപ്രവർത്തികൾ, ഇത്തരത്തിലുള്ള വലിയ സമൂഹം, ഇതെല്ലാമാണ് ദൈവമാതാവിനോട് ഈശോ സംസാരിച്ചിട്ടുള്ളത്. ഇങ്ങനെ സംസാരിക്കുമ്പോഴെല്ലാം തൻ്റെ ദൈവകുമാരൻ്റെ രാജ്യം ഈ ഭൂമിയിൽ കെട്ടിപ്പടുക്കാൻ പോവുകയാണല്ലോ, ഇത്രയേറെ സംവിധാനങ്ങൾ ദൈവപിതാവ് ഒരുക്കിയിട്ടുണ്ടല്ലോ എന്ന് ഓർത്ത് ദൈവമാതാവ് ഒത്തിരിയേറെ സന്തോഷിച്ചിരുന്നു. മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന നമ്മളെയും ഈ ഒരു ദൈവരാജ്യ വളർച്ചയ്ക്ക് വേണ്ടി, സഭയെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോടും കാരുണ്യ പ്രവർത്തികളും അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുമൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഈ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോൾ ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിങ്ങനെ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വെളിച്ചം അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിച്ചിട്ട് നിങ്ങൾ ഈശോയുടെ സ്നേഹിതരാണെന്ന് മറ്റുള്ളവർ അറിയും. നമുക്കറിയാം, ഒത്തിരിയേറെ സിസ്റ്റേഴ്സും വൈദികരുമാണ്, ഒത്തിരിയേറെ മിഷൻ സ്ഥാപനങ്ങൾ, പാവങ്ങളെ നോക്കുന്ന ഒത്തിരിയേറെ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നത്. അവരങ്ങനെ ഒരു സ്ഥാപനം നടത്തിയിട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒത്തിരിയേറെ മക്കൾ പെരുവഴിയിലാകുമായിരുന്നു. അവരെല്ലാം ദൈവനാമത്തെ പ്രതി, ദൈവസ്നേഹത്തെ പ്രതിയാണ് അത് ചെയ്യുന്നത്. ഈശോ നമ്മളോട് പറയുന്നതും അപ്രകാരമാണ്. നിങ്ങളുടെ പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ ദൈവത്തിന് മഹത്വമുണ്ടാകണം. മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് ആ വെളിച്ചം അവരുടെ മുമ്പിൽ നിങ്ങൾ പ്രകാശിപ്പിക്കണം.
അതിനു വേണ്ടിയിട്ടാണ് ദൈവനാമ മഹത്വത്തെ പ്രതി നിങ്ങളോട് കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ പറയുന്നത്. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യുന്നത് പ്രേക്ഷിത പ്രവർത്തനമാണ്. ഈശോ ഇങ്ങനെ മനുഷ്യാവതാരം സ്വീകരിച്ച് ഈ രക്തം, ഈശോയുടെ രക്തം ഈ ഭൂമിയിൽ വീണിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതികാര നടപടിയായിട്ടാണ്, അതായത് പിശാചിനോടുള്ള പ്രതികാര നടപടിയായിട്ടാണ് മിഷൻ വരുന്നത്. അപ്പോൾ ആത്മാക്കളെ നേടാനുള്ള വലിയ തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിച്ചൊരുങ്ങി നിങ്ങളൊരു പ്രേക്ഷിത പത്രം ഒരു വ്യക്തിക്ക് കൈമാറുമ്പോൾ തീർച്ചയായിട്ടും ആ കുടുംബം രക്ഷപ്പെടും. ഇതെല്ലാം നിങ്ങളുടെ ആസ്തിയായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്തുകൊണ്ട് നമ്മുടെ ആത്മാവിനെ കൂടുതൽ പുണ്യപൂരിതമാക്കി ഈശോയുടെ സ്നേഹം കൂടുതൽ അനുഭവിച്ച് സന്തോഷിക്കണമെന്നാണ് ഈ രണ്ടാമത്തെ വണക്ക ചിന്ത നമ്മളെ പഠിപ്പിക്കുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് വേദം പഠിപ്പിക്കുമ്പോൾ, ഈശോ വേദം പഠിപ്പിക്കുമ്പോൾ ദൈവമാതാവ് ഒത്തിരിയേറെ സന്തോഷിച്ചിരുന്നു. ഇത് നമുക്കറിയാം. ആദ്യം വരുന്നത് ദൈവമാതാവിൻ്റെ സന്തോഷം കഴിഞ്ഞ് നമ്മുടെ ശിഷ്യന്മാരുടെ, അതായത് അപ്പോസ്തലന്മാരുടെ സന്തോഷത്തെ പറ്റിയാണ് വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ എഴുതി വെക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ അവരിപ്രകാരം ഇങ്ങനെ സുവിശേഷ വേലയ്ക്കായിട്ട് ഈശോ ഇവരെ ഇങ്ങനെ പറഞ്ഞു വിടുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഇവരെല്ലാം വന്ന് ഗുരുവിനോട് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ അവർ പറഞ്ഞത് അവർ ആത്മാവിൽ സന്തോഷിച്ചുകൊണ്ട് തിരിച്ചു വന്ന് ഈശോയോട് പറയുന്ന പ്രകാരമാണ്, നിൻ്റെ നാമത്തിൽ പിശാചുകൾ പോലും താഴെ വീഴുന്നത് ഞങ്ങൾ കണ്ടു, സാത്താൻ സ്വർഗത്തിൽ നിപതിക്കുന്നത് ഞങ്ങൾ കണ്ടു. അപ്പോൾ നമ്മൾ ഈശോയുടെ നാമത്തെ പ്രതി ഇങ്ങനെ സുവിശേഷം പ്രസംഗിക്കാൻ ഇറങ്ങുമ്പോൾ തിന്മയുടെ ശക്തികൾ പ്രബലമാകും. അതിൽ ദൈവപിതാവ് സന്തോഷിക്കും, നമ്മുടെ ആത്മാവിൻ്റെ കൃപ വർദ്ധിക്കും. അപ്പോൾ ദൈവമാതാവ് ഈശോ വേദം പ്രസംഗിക്കിയാൽ ഈശോയുടെ ആ സമയത്ത് നമുക്കറിയാം ഒത്തിരിയേറെ അത്ഭുത അടയാളങ്ങൾ സുവിശേഷത്തിൽ നാമമാത്രമായിട്ടുള്ളത് മാത്രമുള്ളൂ എഴുതി വെച്ചിട്ടുള്ളൂ എന്ന് യോഹന്നാൻ ശ്ലീഹ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെ ഞാൻ എഴുതി വച്ചിരിക്കുന്നത് ഈശോ ദൈവപുത്രനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതുവഴി നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണെന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ സുവിശേഷം എഴുതി അതുപോലെ തന്നെ ലേഖനത്തിലെല്ലാം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു സുവിശേഷ പോരാളികളാകാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു ദൈവമാതാവിൻ്റെ വേദം കേൾക്കിയാലുണ്ടായ സന്തോഷത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്കും കടന്നു വരേണ്ടത്. അതിനുവേണ്ടി ഉള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ള വണക്ക വായനയിൽ നമുക്ക് നിയോഗം സമർപ്പിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ, എളിയവരും നന്ദിയേറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സമാപ്രതാപനായി അങ്ങേ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരായിരിക്കുന്നുവെങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രൻ ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവായി ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്നും പിറന്ന പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ചു, കുരിശിൽ തറക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി, മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭങ്ങൾ ഉൾപ്പെടുത്തല്ലേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങ് തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർത്തിക്കുന്നതിന് അങ്ങേ തിരുകുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർത്തിക്കുന്നതിന് അങ്ങ് തിരുകുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. ഓന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഒന്നാം ദിവ്യരഹസ്യം. പരിശുദ്ധ കന്യകാ മറിയം ഗർഭം ധരിച്ച ഈശോമിശിഹായെ പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ ദൈവകൽപ്പനയാൽ അറിയിച്ചുവെന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തല്ലേ, തിന്മയെ നിങ്ങളെ രക്ഷിക്കണമേ. സുവാജോയി മകളുടെ ഭർത്താവ് അവളുടെ അടുത്തേക്ക് തിരിച്ചു വരുവാനും സ്നേഹം നിറഞ്ഞ ഒരു ദാമ്പത്യ ജീവിതം ലഭിക്കുവാനും, മിൻറ്റു എൻ്റെ മകൾ മരിയയുടെ നേസൽസ് രോഗം മാറുന്നതിനും അലർജി രോഗം മാറുന്നതിനും പൂർണ്ണമായും മാനസികവും ആരോഗ്യമുള്ള കുട്ടിയായി ലഭിക്കുന്നതിനും എൻ്റെ വെറ്റിനറി ബെനിഫിറ്റ് തിരിച്ചു പിടിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മിൻറ്റു എൻ്റെ മകൾ മരിയയുടെ നേസൽസ് പ്രോബ്ലം മാറുന്നതിനും ഇൻഫെക്ഷൻ അലർജി പൂർണ്ണമായും മാനസികവും ആരോഗ്യമുള്ള കുഞ്ഞായി വളരുന്നതിനും എൻ്റെ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിക്കാതിരിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷീബ നല്ല മക്കൾക്ക് നല്ല ജോലി ലഭിക്കുന്നതിനും പുരുഷന് വിവാഹം ലഭിക്കുന്നതിനും മാതാവിൻ്റെ പ്രതിഷ്ഠീകരണം സഭ അംഗീകരിക്കുന്നതിനും പരിശുദ്ധാത്മാവിനെ നിറയുന്നതിനും പ്രാർത്ഥിക്കുന്നു. അനിത തിരുവനന്തപുരം എഴുതിയിരിക്കുന്ന നീറ്റ് പരീക്ഷ ഉന്നത വിജയം കൈവരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠനത്തിൽ കൂടുതൽ വിജയവും +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടുന്നതിനും പ്രാർത്ഥിക്കുന്നു. അഞ്ജലി കണ്ടക്കടോ നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന മകളുടെ അമ്മയുടെ പൂർണ്ണ സംരക്ഷണത്തിന് വേണ്ടിയും പഠന വിജയത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനീറ്റ രാജു തിരുവനന്തപുരം സിവിൽ സർവീസ് പരീക്ഷയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനോടും സിവിൽ സർവീസ് പരീക്ഷ കൂടുതൽ ഭംഗിയായി എഴുതുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റജി തിരുവനന്തപുരം 2 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ല. പരിശുദ്ധാത്മാവിനെ നിറയുന്നതിനോട് പ്രാർത്ഥിക്കുന്നു. ഭർത്താവിന് ഗൾഫിൽ ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മിനി റോയ് എറണാകുളം ആൽബിൻ നല്ല ജീവിത പങ്കാളി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യവും കുടുംബസമാധാനം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭവനം ലോൺ അടച്ച് തീർക്കുന്നതിനും സാമ്പത്തിക ഭദ്രത ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ട്രീസാർ തിങ്കൽ കൈവേദന മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേരി ചെമ്പ രോഗസൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുരക്ഷിതമായി വാഹനം ഓടിക്കുന്നതിനുള്ള ധൈര്യമുണ്ടാകുവാനും സാബുവിൻ്റെ ജോലി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. ഷീല ലോൺ പാസ്സായി എൻ്റെ മകൾക്ക് പഠനത്തിന് ആവശ്യമായി പോകുന്നതിനും മകന് നല്ല ജോലി ലഭിക്കുന്നതിനും സ്ഥലവിൽപ്പന നടത്തുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്നക്കുട്ടി അരൂർ അസുഖങ്ങളെല്ലാം പൂർണ്ണമായും മാറുന്നതിനും ജോലി തടസ്സം മാറുന്നതിനും സ്ഥലത്തിൻ്റെ കേസും മാറിക്കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷൈനി തങ്കച്ചൻ ഏഞ്ചലിൻ്റെ റിസൾട്ട് ജയിച്ചു കിട്ടുവാനും ഏഞ്ചലിൻ്റെ ഫാക്റ്റിൽ ജോലി ലഭിക്കുന്നതിനും കടബാധ്യത മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേഘയ്ക്ക് ടാറ്റയിൽ ഇൻ്റർവ്യൂവിൽ വിജയം ലഭിക്കുന്നതിനും മെയ് 29 ഇൻ്റേൺഷിപ്പ് കയറുന്നതിനും ഉന്നത വിജയം ലഭിക്കുന്നതിനോട് പ്രാർത്ഥിക്കുന്നു. മേഘയുടെ മാതാപിതാക്കൾ ദൈവിക സംരക്ഷണം എപ്പോഴും ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോയ്സ് ഐക്യവും സമാധാനവും കുടുംബത്തിൽ ക്ലാരയുടെ നല്ല കല്യാണവും PCOD അസുഖം മാറുന്നതിനും ആഗ്നസ് BSc നഴ്സിങ്ങിന് ഉന്നത വിജയം ലഭിക്കുന്നതിനോട് പ്രാർത്ഥിക്കുന്നു. സുഖപ്രസവത്തിലൂടെ
കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോയി സാബു ഇവാൻ്റെ കണ്ണുകളുടെ അലർജി മാറുന്നതിനും കുടുംബത്തിൽ ഐക്യവും ക്ഷമയിൽ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിനു കുര്യൻ വിവാഹം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല ജോലി ശരിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശരീരത്തിലെ ചൊറിച്ചിൽ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിയ തോമസ് വിവാഹ തടസ്സവും ഫാർമസി എക്സാം പാസ്സാകുവാനും ശരീരത്തിൻ്റെ വേദനകൾ മാറുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാന്ദ്ര തോമസ് നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വയറിലെ ഇടർച്ചയായി വരുന്ന വേദന മാറുന്നതിനും മനസ്സിന് സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മോളിക്കുട്ടി രോഗാവസ്ഥ മാറുന്നതിനും വസ്തു വിൽപ്പനയ്ക്ക് നടത്തുവാനും സ്വന്തമായ ഒരു ഭവനം ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. തങ്കം മാത്യു സുഖപ്രസവത്തിനായും ഗവൺമെൻറ് ജോലി ലഭിക്കുവാനും മൂത്ത മകൾക്ക് ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗ്രേസി കുടുംബസമാധാനത്തിനും ലഭിക്കുവാനും ഭവനം ലഭിക്കുവാനും രോഗസൗഖ്യം തൊഴിൽ നൽകി അംഗീകരിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നു. ആഷ്ലി എൻ്റെ മകന് ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതിനും എൻ്റെ മകന് ഉദാസ ജീവിതത്തിലേക്ക് വരുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ 2 മക്കളുടെയും കുടുംബജീവിതം സമാധാനമായി കഴിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേരിക്കുട്ടി എല്ലാ രോഗങ്ങളിൽ നിന്ന് പൂർണ്ണ സൗഖ്യം ലഭിക്കുന്നതിനും നല്ല ആരോഗ്യത്തോടെ ജീവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീന അമ്മയെ ഈ മാസം 19-ാം തീയതി നടക്കുന്ന കോപ്പറേറ്റീവ് ബാങ്ക് ക്ലർക്ക് പരീക്ഷയിൽ പൂർണ്ണ വിജയം ലഭിക്കുന്നതിനും അതിൻ്റെ നല്ലപോലെ പഠിക്കുന്നതിനുള്ള ഓർമ്മശക്തിയും ബുദ്ധിയും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരുന്ന PSC ഇൻ്റർവ്യൂവിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എക്സാം പൂർണ്ണമായ വിജയം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ടിൻഡു ജെയ്സൺ മകളുടെ വിവാഹം നടക്കുന്നതിനും മക്കൾക്ക് നല്ല ജോലി ലഭിക്കുന്നതിനും ദൈവവിശ്വാസത്തിലും വിശുദ്ധിയിലും ജീവിക്കുവാൻ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൂസമ്മ തോമസ് അയർലൻഡിൽ ജോലിയിൽ കുടുംബത്തോടൊപ്പം പെർമനൻ്റ് ആകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വസ്തു വിൽപ്പന സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വീട് വയ്ക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോൺ തോമസ് ഗിഫിയുടെ പഠനത്തിലും ആരോഗ്യത്തിലും എനിക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അയർലൻഡിൽ ജോലി ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കെവിൻ PhD നല്ല പെർഫോമൻസായി പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു വിവാഹം നടക്കുവാനും കുടുംബജീവിതം ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിത്യയിൽ സ്കിൻ അലർജി മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജൂന രാജൻ ജൂനയ്ക്ക് ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീടിൻ്റെ ബ്ലെസ്സിങ് നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അസുഖം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ട അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമ്പുരാനുടെ അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും. ആമേൻ. ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നികളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകം സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലരാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം രഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് എലീശ ഗർഭിണിയായി വിവരം കേട്ടപ്പോൾ ആ പുണ്യവതിയിൽ ചെന്നുകൊണ്ട് 3 മാസത്തോളം അവൾക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭങ്ങൾ ഉൾപ്പെടുത്തല്ലേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ഷിൻഡു സാജു, വീട് ലഭിക്കുന്നതിനും ആദ്യത്തിൻ്റെ ഫോൺ ഉപയോഗം നിർത്തി പഠനം നന്നായി കൊണ്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ നടുവിൻ്റെ വേദന മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആർഷി അഖിൽ, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതിനും കടബാധ്യത തീരുന്നതിനും നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. OET എക്സാം ജൂലൈയിൽ എഴുതുവാൻ ഇരിക്കുന്നു. എക്സാം പാസ്സാവാനും B ഗ്രേഡ് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിജു, വീട് പണി പൂർത്തിയാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി മേഖലയിൽ കുടുംബജീവിതത്തിലും അഭിവൃദ്ധിയും പുരോഗതിയും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കളുടെ പഠനം നന്നായി നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാജമ്മ, എൻ്റെ നടുവിൻ്റെ വേദന മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പേരക്കുട്ടികൾ നന്നായി പഠിച്ച് ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റിൻസി, യൂട്രസിലെ മുഴ മാറുന്നതിനും ലിവറിൻ്റെയും കൈയുടെയും വേദന മാറുന്നതിനും സൗഖ്യപ്പെടുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമോളുടെ ആയുസ്സും ആരോഗ്യം ലഭിക്കുന്നതിനു വേണ്ടും പ്രാർത്ഥിക്കുന്നു. ജീക്കുട്ടൻ ഈശോയിൽ വിശ്വസിക്കുവാനും അവൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൽസമ, പരിശുദ്ധാത്മാവിനെ നിറയുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി ലഭിക്കുവാനും അനുഗ്രഹം ലഭിക്കണമെന്ന് പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥ അപേക്ഷിക്കുന്നു. ആൻമരിയ, പരിശുദ്ധാത്മാവിനെ നിറയുവാനും പരീക്ഷാ വിജയവും മാതാവിൻ്റെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുവാനുമുള്ള കൃപ ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. ലീലാമ ആൻ്റണി, എൻ്റെ മകൻ അരുണിൻ്റെ ജോലിയിൽ സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അരുൺ ആൻ്റണിക്ക് നല്ല മക്കളെ ലഭിക്കുന്നതിനും ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനും അരുണിൻ്റെ കഫക്കെട്ടും ചുമയും മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷാലി ജോൺ, എൻ്റെ MBA പരീക്ഷ പാസ്സാകുവാനും നല്ല ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയയിലുള്ള മകൾക്ക് ഇൻ്റർവ്യൂവിലും ജോലി ലഭിക്കുവാനും ഭർത്താവിൻ്റെ പ്രമേഹ രോഗം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡയാന പോളി, അമ്മയെ 18-ാം തീയതി നടക്കുന്ന OET പരീക്ഷയിൽ പാസ്സാകുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പയുടെയും അമ്മയുടെയും അസുഖം മാറുന്നതിനും എൽസിയുടെയും റിക്സി ചേച്ചിയുടെയും കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്ന മേരിക്കുട്ടി, വെയിൻ പ്രോബ്ലം മാറുന്നതിനും അവരുടെ ഹൃദയത്തിൻ്റെ അസുഖം മാറുന്നതിനും എനിക്ക് എൻ്റെ കഫക്കെട്ട് മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജസ്ലി, അമലമോളുടെ നീറ്റ് പരീക്ഷ നല്ല മാർക്കോടെ പാസ്സാകുവാനും നല്ല ജോലി ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടബാധ്യത മാറുന്നതിനും വീട് സ്ഥലവും വിറ്റുപോകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീനു, വിവാഹം നടക്കുന്നതിനും ജോലി കിട്ടുന്നതിനും ദൈവാശ്രയത്തിൽ ജീവിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മോളി, തൻ്റെ മകൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമിത, ഈ വർഷം നടക്കുന്ന ജോലിയും വിവാഹവും നടക്കുവാനും നല്ല പ്രാർത്ഥനയോടെ ജീവിക്കുവാനും ദേഷ്യം മാറുവാനും അലർജി രോഗം മാറുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ത്രേസ്യാമ്മ, ഹസ്സിന് കൊടുത്ത വീട് സ്ഥലവും വിറ്റ് കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എബിയുടെ ബിസിനസ്സും പൈസ കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൈറസ് തോമസിൻ്റെ വിസ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹർഷിൻ മധു, ഹർഷിൻ്റെ ജന്മദിനവും അമൃത 10ാം ക്ലാസ്സിൽ നന്നായി പഠിക്കുവാനും അമ്മയുടെ സഹായവും അപേക്ഷിക്കുന്നു. ആയുസ്സും ആരോഗ്യവും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജയശ്രീദാസ്, അമ്മയുടെ സംരക്ഷണവും കൃപയും എന്നും കുടുംബത്തിലുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കളുടെ എക്സാം വിജയകരമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലൊരു നല്ല വരുമാന മാർഗം ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിജി മാത്യു, ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യമുള്ള മക്കളെ നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹസ്ബൻഡ് നാട്ടിൽ വന്ന് ഒരുമിച്ച് ജീവിക്കാനും നല്ല ജോലി നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോൺ ചേർത്തല, എൻ്റെ മകളുടെ ജോലി ശരിയാവുന്നതിന് വേണ്ടിയും മകളുടെ വിട്ടുമാറാത്ത അസുഖങ്ങൾ മാറുന്നതിനും വീട് പണി നടക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശ്വകുമാരി, എൻ്റെ മാതാവേ, ജിത്തു മദ്യപാനം മാറ്റി ജോലി സ്ഥിരമാകുന്നതിന് വേണ്ടിയും എൻ്റെ മകൻ്റെ പ്രണയ നൈരാശ്യം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൾക്ക് ജോലി ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സിബി, അമ്മ നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. എൻ്റെ മക്കളുടെ കുടുംബജീവിതം അനുഗ്രഹമാക്കണമേ, നല്ല കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ്റെ അമ്മയെ പ്രബിൽ, ജോലി തടസ്സം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴെപ്പോഴും നയിക്കുക. ആമേൻ. എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലരാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദിവ്യരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദൈവകുമാരനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ ബത്ലഹേം നഗരിയിൽ പാതിരായ്ക്ക് പ്രസവിച്ച് ഒരു തൊഴുക്കൂട്ടിൽ കിടത്തിയെന്ന് ധ്യാനിക്കുക. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ. സജി ജോൺ, മെയ് 30 മുമ്പ് ആഷ്നയ്ക്ക് നല്ല ജോലി ലഭിക്കുന്നതിനും നല്ല ശമ്പളവും ലഭിക്കുന്നതിനും 18 ഐറിൻ മരിയയ്ക്ക് 1ാം പിറന്നാൾ ആഘോഷിക്കുന്നു. 25 ലക്ഷം കടബാധ്യത മാറുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബീന തങ്കച്ചൻ, എനിക്ക് പുതിയ ഭവനം ലഭിക്കുന്നതിനും ബൈജുവിൻ്റെ വിവാഹം നടക്കുന്നതിനും ജോലി ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബീന ജെയിംസ്, എൽദോസിൻ്റെ ജോലി ലഭിക്കുന്നതിനും കടഭാരം മാറുന്നതിനും ഭർത്താവിൻ്റെ മദ്യപാനവും പുകവലിയും മാറുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലീലാമ ആൻ്റണി, അബിത ഡെന്നീസിൻ്റെ ജോലി പ്രൊമോഷൻ ലഭിക്കുന്നതിനും അരുൺ ആൻ്റണിക്ക് വീടിൻ്റെ ഫ്ലാറ്റ് പ്ലാൻ പാസ്സാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലീലാമ്മയുടെ കൈയുടെ വേദന മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിബി ഹൈജിൻ, അഭിഷേകിൻ്റെ 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കുന്നതിനും ആകാശിൻ്റെ ഓട്ടിസം പൂർണ്ണമായി മാറുന്നതിനും നല്ല ഭാവിയും നല്ല ജീവിതവും ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിബി ഹൈജിൻ്റെ അസുഖങ്ങൾ പൂർണ്ണമായി മാറുന്നതിനും മെയ് 30 എക്കോ കാർഡിയോളജി നോർമൽ ആകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബീന എഡ്വേർഡ്, സ്വന്തമായൊരു ഭവനം ലഭിക്കുന്നതിനോടും ബീൻ വിശ്വാസം ജീവിതത്തിലേക്ക് വരുവാനും ബീൻ്റെ റിസൾട്ട് പഠന മേഖലയിൽ വിജയം ലഭിക്കുന്നതിനോട് പ്രാർത്ഥിക്കുന്നു. ആൻസി ഉല്ലാസ്, കുഞ്ഞുങ്ങളെ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മദ്യപാനം മാറുന്നതിനും നല്ല ജോലി ലഭിക്കുന്നതിനും കുടുംബ സമാധാനം ലഭിക്കുന്നതിനോട് പ്രാർത്ഥിക്കുന്നു. അലക്സ്, പരിശുദ്ധാത്മാവിൽ നിറയുന്നതിനും ക്ലാസ്സിൽ പഠിക്കുന്നതിന് സമയത്ത് നല്ല ശ്രദ്ധയോടെ പഠിക്കുവാനും വിജയിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു.
പ്രിജോ വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നു. ഭാര്യയുടെ മുഴ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മച്ചിയുടെ മുട്ടുവേദന മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നോയൽ ഫ്രാൻസിസിന് ശാരീരിക അസുഖം മാറുന്നതിനും തൈറോയിഡിൻ്റെ രോഗം മാറുന്നതിനും അവരുടെ മോന് നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിജോ വീട് പണി പൂർത്തിയാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി മേഖലയിലും കുടുംബജീവിതത്തിലും അഭിവൃദ്ധിയും പുരോഗതിയും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കളുടെ പഠന മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജാൻസി സാബു കുടുംബത്തിൽ രോഗങ്ങളിൽ നിന്ന് സൗഖ്യവും നല്ല ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവികമായ ജീവിതം നയിക്കുവാനും ദൈവത്തോടൊപ്പം ആയിരിക്കുവാനും പ്രാർത്ഥന തുടരുവാനും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുട്ടികളും അറിവിനും പഠനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലീന, ടെൻസൻ, മോറിസ്, സെലിൻ, ജോഷുവ, മാത്യു, ഫാദർ ആൻ്റണി എല്ലാ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബാങ്ക് ജീവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിസിനസ് പുരോഗതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ടെൻസി ചാർലി, എൻ്റെ ഭവനം, ഭർത്താവിൻ്റെ ജന്മദിനവും ഭർത്താവിൻ്റെ മദ്യാസക്തിയും കടഭാരത്തിൽ നിന്നും വിടുതൽ ലഭിക്കുന്നതിനും എല്ലാ ഐശ്വര്യങ്ങളും നൽകണമെന്നും പരിശുദ്ധാത്മാമ്മയോടുകൂടി തിരിക്കുവാനോട് പ്രാർത്ഥിക്കുന്നു. ബെന്നി ജോർജ്, മകൻ റോബിൻ വിവാഹ ജീവിതം നടക്കുന്നതിനു വേണ്ടിയും എൻ്റെ മകൻ്റെ വിദേശ ജോലിയിൽ ശരിയാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. തങ്ങളുടെ കുടുംബജീവിതം കടബാധ്യതയും മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആതിര ധനീഷ്, എൻ്റെ മകൾക്ക് അലർജി ഇല്ലാതെ കേൾവി ശക്തി ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സംസാരിക്കാനുള്ള കഴിവ് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൾ പഠനത്തിൽ ശ്രദ്ധ ഉണ്ടാകുന്നതിനും നല്ലൊരു ജോലി ലഭിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നു. വിഷ്ണു, നല്ല ജോലി ലഭിക്കുന്നതിനും വിവാഹം നടക്കുന്നതിനും ദൈവവിശ്വാസത്തിൽ ജീവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തങ്കം, നടുവേദന മാറി കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീന, വാങ്ങിയ ഭവനത്തിൻ്റെ പണം ബാക്കി നൽകുവാനുണ്ട്, അതും തീർക്കുവാനുള്ള കൃപ ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിൻ്റെ സംരക്ഷണവും വേർപിരിഞ്ഞ മകളുടെ ക്രിസ്തീയ വിശ്വാസ ജീവിതം നയിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രസന്ന, ഇപ്പോൾ നടക്കുന്ന പെട്രോൾ പമ്പ് കാലാവധി പൂർത്തിയാക്കി പങ്കാളിക്ക് മറ്റൊരു പെട്രോൾ പമ്പിൽ ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മിനി, കോട്ടയം, 5 സെൻറ്റ് സ്ഥലവും വീട് വിൽക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊച്ചു ത്രേസ്യ, 27-ാം തീയതി നടക്കുന്ന മകളുടെ വിവാഹവും മംഗളമായി നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷേർലി, എൻ്റെ ഭർത്താവിൻ്റെ ജെയിംസ് ഫിലിപ്പിൻ്റെ ഹൃദയാസുഖവും രക്തം നോർമലായി പോകുവാനും അവസ്ഥ പരിശുദ്ധ അമ്മയുടെ സഹായം അപേക്ഷിക്കുന്നു. ഷേർലി, മകനും ഭാര്യയും ഒരുമിച്ച് ജോലി ചെയ്യുന്നതിനും താമസവും സന്താന ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിജു, മകൾക്കും അനീഷ, ടീന, BSc നഴ്സിംഗ് 4-ാം വർഷം ബാംഗ്ലൂർ പഠനവും വിജയവും വിവാഹവും നന്നായി നടക്കുന്നതിനോട് പ്രാർത്ഥിക്കുന്നു. ലൂസി ജേക്കബ്, കുടുംബ സമാധാനവും കടബാധ്യതയും ഫലവും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ അറിഞ്ഞു പറയും യേശുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ അറിഞ്ഞു പറയും യേശുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ അറിഞ്ഞു പറയും യേശുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ അറിഞ്ഞു പറയും യേശുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പറഞ്ഞു പറയും യേശുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പറഞ്ഞു പറയും യേശുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പറഞ്ഞു പറയും യേശുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പറഞ്ഞു പറയും യേശുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. അറിഞ്ഞു പറയുമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. അറിഞ്ഞു പറയുമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും. ആമേൻ. അവന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായമേറ്റോ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 4-ാം ദിവ്യരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് ശുദ്ധീകരണത്തിൻ്റെ നാൾ വന്നപ്പോൾ ഈശോ മിശിഹായെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന ദൈവത്തിന് കാഴ്ചവെച്ച ശിമയോൻ എന്ന മഹാത്മാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുവെന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുകളോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭങ്ങൾ ഉൾപ്പെടുത്തല്ലേ, തിന്മേ ഞങ്ങളെ രക്ഷിക്കണമേ. ലൂസി ജേക്കബ് കുടുംബ സമാധാനം ലഭിക്കുന്നതിനും കടബാധ്യം മാറുന്നതിനും ഭവനം നൽകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്റ്റെഫി ജോലി ലഭിക്കുന്നതിനും അമ്മയുടെ സംരക്ഷണം ചോദിക്കുന്നു. ചിഞ്ചു ജോസഫ് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭർത്താവിൻ്റെ ശാരീരിക അസുഖം മാറുന്നതിനും അലർജി രോഗം മാറുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചുണ്ടിലെ വെള്ളപ്പാട് മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മീനുക്കുട്ടി അച്ഛൻ്റെ അസുഖം മാറുന്നതിന് വേണ്ടിയും ജോലി തടസ്സം മാറുന്നതിനും വിവാഹം നടക്കുവാനും പരീക്ഷ വിജയം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിൻസ് കാനഡയിൽ തടസ്സം കൂടാതെ എത്തിച്ചേരുവാനും നല്ല ശമ്പളത്തോടെ ജോലി ലഭിക്കുവാനും PR കിട്ടുന്നതിനും സാമ്പത്തികവും ശാരീരികവുമായ ശത്രുദോഷം ഇവയെല്ലാം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ടിസി ജോസ് PR ലഭിക്കുന്നതിനും ഭർത്താവിന് നല്ല ജോലി ലഭിക്കുന്നതിനും ഭർത്താവിൻ്റെ ആരോഗ്യം നന്നായി പോകുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്നക്കുട്ടി ജോലിയിൽ പ്രവേശനം ലഭിക്കുവാനും പരീക്ഷയിൽ വിജയം ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജെസി ജോസ് രോഗസൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമോൻ ഭർത്താവിൻ്റെ അസുഖം മാറുന്നതിനും മകളുടെ ജോലി മകൾക്ക് മാതാവിനോട് വിശ്വാസം കൂടുതൽ ഉണ്ടാകുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിത്തു നല്ല ഈശ്വരവിശ്വാസവും ജോലി ലഭിക്കുവാനും ചാച്ചൻ്റെ രോഗസൗഖ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചെറിയാൻ ജോസഫ് മാനസിക ബുദ്ധിമുട്ട് മാറുവാനും സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുവാനും ഞങ്ങളെ നല്ലപോലെ കഷ്ടപ്പെട്ട് വളർത്തുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സന്തോഷ് മാത്യു മദ്യപാനം മാറിക്കിട്ടുവാനും ദൈവവിശ്വാസത്തിൽ ആഴുവാനും ജോലി ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹലൻ മെയ് 18-ാം തീയതി ജന്മദിനം. ദൈവകൃപയും ദൈവ അനുഗ്രഹവും ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോയൽ നല്ല കോഴ്സ് എടുത്ത് പഠിക്കുന്നതിനും 12-ാം ക്ലാസ്സിൽ എക്സാമിൽ പാസ്സാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അസ്ന മോളുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ പൂർത്തിയാകുവാനും നിശ്ചയിച്ച ജോലി ലഭിക്കുന്നതിനും ഭർത്താവിൻ്റെ മദ്യപാനം മാറുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാനിയ മോളുടെ അസുഖവും പഠന വൈകല്യവും മാറുന്നതിനും മോന് നല്ല കോഴ്സ് അഡ്മിഷൻ ലഭിക്കുന്നതിനും മകളുടെ മൊബൈൽ അഡിക്ഷൻ മാറുന്നതിനും വേണ്ടി കുടുംബ സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിജുവിൻ്റെ ലിവറിൻ്റെ അസുഖം പൂർണ്ണമായും സൗഖ്യം ലഭിക്കുന്നതിനും കടം മാറുന്നതിനും ആധാരം നടക്കണം ഭാഗോടമ്പടി നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിജുവിൻ്റെ വയറ്റിലെ സർജറി ഇല്ലാതെ സുഖപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിജുവിൻ്റെ കുടുംബ സമാധാനവും എല്ലാവരും സ്നേഹിക്കുവാനും 2 വീട്ടുകാരും ഭാഗോടമ്പടി നടത്തുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബെറ്റിക്ക് സ്ഥിരമായ ജോലി ലഭിക്കുന്നതിനും ഭർത്താവിൻ്റെ കമ്മീഷൻ കിട്ടുന്നതിനും സമാധാനം ഉണ്ടാകുന്നതിനും ഉടമ്പടി ഭാഗം നടക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബീന അമ്മയുടെ ക്യാൻസർ സൗഖ്യപ്പെടുന്നതിനും ഭവനത്തിൻ്റെ ലോൺ തടസ്സം കൂടാതെ നടക്കുവാനും പങ്കാളിക്ക് നല്ല ജോലി ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ടിൻഡു ജോയ് മോളുടെ OET പരീക്ഷ 18-ാം തീയതി കടം മാറുന്നതിനും വസ്തു വിറ്റ് പോകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൽസി ജോസ് അമ്മയുടെ മുട്ടുവേദന മാറുവാനും ജോസിക്ക് നല്ല ജോലി ലഭിക്കുവാനും സാലറി ലഭിക്കുവാനും ശമ്പളം ശില്പയ്ക്ക് ഒരു വാവയെ കിട്ടുവാനും നല്ല കുടുംബജീവിതം ഉണ്ടാകുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലീല റാണി കുടുംബജീവിതത്തിൽ സമാധാനവും കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനും നല്ല കുടുംബ സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ അറിഞ്ഞു പറയുമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ
സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും. ആമേൻ. ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാത്തി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലരാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം രഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ ദിവ്യകുമാരനെ 12 വയസ്സായിരിക്കെ 3-ാം ദിവസം അവിടത്തെ കാണാതെ അന്വേഷിച്ചിട്ട് 3-ാം നാൾ ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കെ അവിടത്തെ കണ്ടെത്തിയും ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭങ്ങൾ ഉൾപ്പെടുത്തല്ലേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ സാംസ്കാരികവും സാമൂഹികവും ആത്മീയവുമായ എല്ലാ പ്രവർത്തനങ്ങളെയും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്ലിൻ്റൺ അച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോമോൾ സിസ്റ്ററിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിലെ എല്ലാ ശുശ്രൂഷകളെയും എല്ലാ പ്രേക്ഷിതരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മ പ്രത്യക്ഷപ്പെട്ടത് സഭ അംഗീകരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാത്യങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങ് സഹായം ഏറ്റവും ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണേ. പരിശുദ്ധ ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യനായ മിശിഹായിലെ, ദൈവദൂതനായ ഗബ്രിയേലേ, വിശുദ്ധ റഫായേലേ, മഹാത്മാവായ വിശുദ്ധ ഔസേപ്പേ, സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, വിശുദ്ധ യോഹന്നാനേ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായി, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു. എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് ഒന്നായി ചേർത്ത് പരിശുദ്ധ മാതാവിന്റെ തൃപ്പാദത്തിൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാളുതോറും എൻ്റെ നാവേ പാടുമാതാവിൻ സ്തുതി. നീളി നീളി നൽപെരുന്നാൾ സ്നേഹമായി കൊണ്ടാടണം. നീളി നീളി നൽപെരുന്നാൾ സ്നേഹമായി കൊണ്ടാടണം. ഉന്നതയാ രാജ്ഞി തന്റെ ഉന്നതി കാണാകിലോ. കന്യോഗ്യ ഭാഗ്യരാശി കന്യമ്മേ എന്നു ചൊല്ല്. കന്യോഗ്യ ഭാഗ്യരാശി കന്യമ്മേ എന്നു ചൊല്ല്. രക്ഷ ചെയ്വാൻ ശക്തയാണി പക്ഷമോടെ തേടുവിൻ. രൂക്ഷ പാപ കാറ്റടിച്ച ലക്ഷണം തടുത്തിടം. രൂക്ഷ പാപ കാറ്റടിച്ച ലക്ഷണം തടുത്തിടം. നാളുതോറും എൻ്റെ നാവേ പാടുമാതാവിൻ സ്തുതി. നീളി നീളി നൽപെരുന്നാൾ സ്നേഹമായി
നാൾ സ്നേഹമായി കൊണ്ടാടണം. പതിനെട്ടാം തീയതി ദൈവമാതാവ് ഈശോയിൽ നിന്ന് പ്രാപിച്ച സന്തോഷം. ഒന്നാമത് കന്യാമറിയം തൻ്റെ തിരുക്കുമാരൻ ഈശോയെ കാണുമ്പോഴും, രണ്ടാമത് തന്നോട് സംസാരിക്കുമ്പോഴും, മൂന്നാമത് തൻ്റെ വേദപ്രസംഗം കേൾക്കുമ്പോഴും സന്തോഷം അനുഭവിച്ചിരുന്നു. ആദ്യം കന്യാമറിയം അനന്തസ്നേഹത്തിന് യോഗ്യയായ തൻ്റെ തിരുക്കുമാരനെ കാണുമ്പോഴൊക്കെയും അത്യധികമായ സന്തോഷത്താൽ പൂരിതയായിരുന്നു. മിശിഹായുടെ അസാധാരണ സൗന്ദര്യത്തിന് ഇതിന് കാരണമായിരുന്നു. എന്നാൽ ഈ കുമാരൻ്റെ സ്വർഗീയ സമ്പത്ത്, വരപ്രസാദ സമ്പൂർണത, ദൈവത്വം മുതലായവയായിരുന്നു മറിയത്തെ സാക്ഷാൽ ആനന്ദഭരിതയാക്കിയത്. തൻ്റെ പുത്രനെ ലോകപരിത്രാതാവാണെന്നതും തന്മൂലം അനവധി ആളുകൾ സ്വർഗപ്രാപ്തരാകുമെന്ന വിചാരവും ദൈവജനനിയെ എത്രമാത്രം സന്തോഷിപ്പിച്ചിരിക്കണം. എന്നാൽ വിശുദ്ധ കുർബാന വഴിയായി ദൈവമാതാവിൻ്റെ തിരുക്കുമാരനും സകല ആരാധനയ്ക്കും പാത്രീഭൂതനുമായ ഈശോയെ തന്നെയാണല്ലോ നമ്മുടെ ഹൃദയത്തിൽ എഴുന്നള്ളി വരുന്നത്. അപ്പോൾ ഈശോയെ യോഗ്യതാപൂർവ്വം കൈക്കൊണ്ടാൽ നമുക്കുളവാകുന്ന ആത്മീയ സന്തോഷം എത്ര വലുതായിരിക്കും. രണ്ടാമത് കന്യാമറിയം തൻ്റെ തിരുക്കുമാരനുമായുള്ള സംഭാഷണത്തിൽ അത്യധികം സന്തോഷം അനുഭവിച്ചു വന്നു. വേദസംബന്ധ കൃത്യങ്ങൾ, തിരുസഭയുടെ ക്രമീകരണങ്ങൾ, അതിൻ്റെ വിസ്മരണീയമായ നിലനിൽപ്പ്, അതിൽ നടമാടുന്ന അത്ഭുതങ്ങൾ, ദൈവവേദസാക്ഷികളുടെ പ്രാണത്യാഗം, ലോകാവസാനം വരെ തിരുസഭയിൽ ചെയ്യപ്പെടുന്ന പുണ്യകൃത്യങ്ങൾ, ഇവയെല്ലാം ഓരോന്നോരോന്നായി മിശിഹ തൻ്റെ മാതാവിന് വെളിപ്പെടുത്തുകയും മറിയം ഈ വചനങ്ങളൊക്കെയും അധിക വണക്കത്തോടെ കേട്ട് അവയെപ്പറ്റി ഇടപെടാതെ ധ്യാനിച്ച് ഏറ്റവും ആനന്ദിക്കുകയും ചെയ്തു. ആ മാതാവിനെ പോലെ സത്യവേദത്തെപ്പറ്റി ക്രിസ്ത്യാനികൾ കൂടെ കൂടെ ധ്യാനിച്ചാൽ അനുഭവിക്കുന്ന ആത്മീയ സന്തോഷം എത്രയെന്ന് എങ്ങനെ പറയും? എന്നാൽ നശിച്ചു പോകുന്ന ലോകകാര്യങ്ങളിൽ ശ്രദ്ധ പതിക്കുകയും നാശമില്ലാത്ത വേദകാര്യങ്ങൾ ഗവനിക്കാതിരിക്കുകയും ചെയ്താൽ എന്ത് പ്രയോജനം? അതുകൊണ്ട് വേദമുറ അനുസരിച്ച് നടന്ന് നിത്യായുസ് നേടുന്നതിനായി മതതത്വങ്ങളെയും നിബന്ധനകളും ഭക്തിയോടും ഗാഠമായും ധ്യാനിച്ചറിയുവാനും അവയെ ദൃഢമായി വിശ്വസിക്കുവാനും വേണ്ടി സഹായം ദൈവമാതാവിനോട് അപേക്ഷിക്കണം. മൂന്നാമത് ഈശോമിശിഹ വേദമറിയിച്ചു കൊണ്ടിരിക്കയിൽ ദൈവമാതാവ് സന്തോഷം അനുഭവിച്ചത് തൻ്റെ തിരുക്കുമാരൻ അസംഖ്യങ്ങളായ അത്ഭുതങ്ങൾ ചെയ്യുന്നതും രോഗികളെ സുഖപ്പെടുത്തുന്നതും അനവധി ജനങ്ങൾ പിൻചെന്ന് മിശിഹായെ പുകഴ്ത്തുകയും നമസ്കരിക്കുകയും ആരാധിക്കുകയും മറ്റും ചെയ്തത് കണ്ടുകൊണ്ടും സ്വപുത്രൻ സാക്ഷാൽ ദൈവവും ലോകരക്ഷകനുമാണെന്ന് ജനങ്ങൾ അനുസരിച്ച് പറയുന്നത് കണ്ടതുകൊണ്ടും മാത്രമല്ല, മിശിഹായുടെ ശിഷ്യരും തൻ്റെ കീർത്തനകരും ആരോഗ്യം പ്രാപിച്ചവരും മരണത്തിൽ നിന്നും മുക്തരായ അനവധി ആളുകൾ മിശിഹ മൂലം തങ്ങൾക്ക് ലഭിച്ച നന്മകൾക്കായി നന്ദി പറയുന്നതിനും ദൈവമാതാവിൻ്റെ പക്കൽ വന്നപ്പോൾ ഈ അമ്മ അനുഭവിച്ച സന്തോഷം അപരിതമായിരുന്നു. നാമും ഈ നാഥയെ സന്തോഷിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ തൻ്റെ യോഗ്യതയ്ക്കൊത്ത പോലെ വണങ്ങുകയും സ്തുതിക്കുകയും ചെയ്യുവാൻ ശ്രമിക്കണം. ദൃഷ്ടാന്തം: ഈശോ സഭയിൽ ഉൾപ്പെട്ടാൽ സിൽവാരോ ഗോൺസാലോസ് എന്ന സുപ്രസിദ്ധനായ വൈദികൻ ആഫ്രിക്കൻ ഖണ്ഡത്തിലുള്ള മെനോമൊത്തപ്പ എന്ന രാജ്യത്തിൽ സത്യവേദം അറിയിക്കുവാൻ പോയ അവസരത്തിൽ ദൈവമാതാവിൻ്റെ ഒരു വലിയ പടം കൂടെ കൊണ്ടുപോയിരുന്നു. അവിടെ രാജാവിൻ്റെ ഒരു പ്രധാന ഉദ്യോഗസ്ഥൻ ഇദ്ദേഹത്തെ സന്ദർശിക്കുന്നതിനായി വന്നപ്പോൾ മുറിയിലിരിക്കുന്ന ഈ പടം കാണുകയുണ്ടായി. അത് അസാധാരണ സൗന്ദര്യമുള്ള ഒരു സ്ത്രീരത്നമെന്ന് അയാൾക്ക് തോന്നിയതിനാൽ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ആ വൈദികൻ്റെ പക്കൽ സുന്ദരിയായ ഒരു രാജ്ഞിയെ കണ്ടു എന്ന് തിരുമനസ് അറിയിച്ചു. അപ്പോൾ ആ രാജാവ് ആ രാജ്ഞിയെ കാണണമെന്നും ആഗ്രഹാധിക്യത്താൽ പ്രസ്തുത വൈദികൻ്റെ പക്കൽ ആളയച്ചു. അദ്ദേഹത്തോടൊന്നിച്ച് വസിക്കുന്ന രാജ്ഞിയെ തൻ്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്ന് അപേക്ഷിച്ചു. വൈദികനാകട്ടെ രാജസന്നിധിയിൽ ചെന്ന് ദൈവമാതാവിൻ്റെ പടമല്ലാതെ മറ്റൊന്നും തൻ്റെ പക്കൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പടം കാണിക്കുകയാണ് ചെയ്തത്. ആ പടം കണ്ട് രാജാവ് വളരെ സന്തോഷിച്ചു. അത് സ്വന്തം മുറിയിൽ വലിയ അലങ്കാരത്തോടെ സ്ഥാപിക്കണമെന്ന് കൽപ്പനയായി. അത് സ്ഥാപിച്ച ദിവസം തന്നെ രാത്രിയിൽ ദൈവമാതാവ് ആ പടത്തിൻ്റെ സാദൃശ്യത്തിൽ രാജാവിന് നിദ്രയിൽ കാണപ്പെട്ട് അദ്ദേഹത്തോട് ചില വചനങ്ങൾ കൽപ്പിച്ചരുളി. എങ്കിലും രാജാവ് അത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല.
ഇങ്ങനെ 5 രാത്രി സംഭവിച്ചതിന് ശേഷം രാജാവ് വൈദികൻ്റെ പക്കൽ പോയി. ആ രാജ്ഞി തന്നോട് അപരിചിതമായ ഭാഷയിൽ സംസാരിക്കുന്നു എന്നും അത് ഗ്രഹിപ്പാൻ എന്ത് ചെയ്യണമെന്നും ചോദിച്ചു. ആ രാജ്ഞി പറയുന്ന ഭാഷ സ്വർഗീയ ഭാഷയായിരുന്നതിനാൽ അത് മനസ്സിലാക്കുന്നതിനും മാമോദിസ കൈക്കൊണ്ട് സത്യവേദം സ്വീകരിക്കണമെന്നുമായിരുന്നു വൈദികൻ കൊടുത്ത ഉത്തരം. ആ ഭാഷ ഗ്രഹിക്കുവാനുള്ള ആഗ്രഹം കൊണ്ട് രാജാവ് അപ്രകാരം സമ്മതിക്കുകയും മതപഠനത്തിന് ശേഷം ജ്ഞാനസ്നാനം കൈക്കൊള്ളുകയും ചെയ്തു. അമ്മ രാജ്ഞിയും മറ്റ് പല പ്രധാനികളും രാജാവിനെ അനുസരിക്കാനുണ്ടായത്. ഇതിൻ്റെ ശേഷം ദൈവമാതാവിൻ്റെ വചനങ്ങൾ ഗ്രഹിക്കുന്നതിനും പ്രയാസമുണ്ടായില്ല. തൻ്റെ മാനസാന്തരത്തിന് സ്വർഗീയ രാജ്ഞി ഉപയോഗിച്ച ഈ മാർഗമത്രേ ഇതെന്ന് ഗ്രഹിച്ച് ഈ നാഥയെ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ദൈവരാജ്യ സത്യവേദത്തിൽ സുസ്ഥിരനായി ജീവിച്ചു. ക്രിസ്ത്യാനികളെ, നിങ്ങളും മനസ്സിൽ പരിശുദ്ധാത്മാവിനെ തോന്നിക്കുന്ന സച്ചിന്തകൾ നിങ്ങൾ അനുസരിച്ച് നടക്കുവാൻ തക്കവണ്ണം ദൈവമാതാവിൻ്റെ അനുഗ്രഹം പ്രാപിക്കണം. ജപം. എൻ്റെ ദിവ്യമാതാവേ, എൻ്റെ ദൈവമാതാവേ, എന്നോടുള്ള അമിതമായ സ്നേഹവും ദൈവപ്രസാദത്താൽ ഉളവാകുന്ന മനസ്സന്തോഷവും എൻ്റെ ആത്മാവിൽ ജനിപ്പിക്കുന്നതിന് അങ്ങ് എത്രമാത്രം പ്രയത്നിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ അങ്ങയെ സന്തോഷിപ്പിക്കുവാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അങ്ങേ കുമാരനായ ഈശോ വെളിപ്പെടുത്തിയ വേദസത്യങ്ങൾ അറിഞ്ഞ് അതുപോലെ നടപ്പാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയിൽ നിന്ന് അങ്ങ് അനുഭവിച്ച സന്തോഷത്തെക്കുറിച്ച് എൻ്റെ ആഗ്രഹം പൂർത്തിയാക്കുവാൻ തക്കവണ്ണം എൻ്റെ മേൽ കൃപയായിരിക്കണമേ. എത്രയും ദയാളമാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് ഒരുവനെയെങ്കിലും ഉപേക്ഷ ലോകത്തിൽ കേട്ടിട്ടില്ല എന്നങ്ങ് ഓർക്കണമേ. കന്യകയെ ദയാളമാതാവേ, ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് നിന്റെ തൃപ്പാദത്തിൽ ഞാൻ അണയുന്നു. നെടുവേർപ്പെട്ട് കണ്ണീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച് വചനത്തിൻ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപുരം കേട്ടുള്ളണമേ. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സംഗീതമേ, ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ. നന്മ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സംഗീതമേ, ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ. നന്മ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സംഗീതമേ, ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ. നന്മ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും നയിക്കും. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ.
പാപികളുടെ സംഗീതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പാപികളുടെ സംഗീതമേ, അജ്ഞാനികൾ മുതലായ ദുർവൃത്തർ മനസ്സു തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പാപികളുടെ സംഗീതമേ, നിത്യരാജാക്കൾ പ്രഭുക്കൾ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പാപികളുടെ സംഗീതമേ, മാർപ്പാപ്പ മുതലായ വേദപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പാപികളുടെ സംഗീതമേ, നിന്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. സുഹൃതജപം. ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സക്രിയ, നമുക്ക് ഓരോരുത്തരും അനവധി നന്മകൾ നൽകിയിരിക്കുന്ന നമ്മുടെ കാവലാളായ ദൈവദൂതനെ നന്ദിപൂർവ്വം സ്തുതിക്കണം. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേക്ഷമേ